ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഫുഡ് ഫോർ ഹെൽത്ത് എന്നുള്ളതിന്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അത് കാണുക കേട്ടോ. ദെൻ അപ്പോൾ എന്താണ് ഇവിടെ ഫാറ്റ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇനി അപ്പോൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു, അതുപോലെ എന്താണ് പ്രോട്ടീൻസിൻ്റെ പറഞ്ഞു അല്ലേ. ഇനി ഫാറ്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഫാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൊഴുപ്പാണ് കേട്ടോ. ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻസ്, ഫാറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ അസ്. എന്താണ്? കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എന്നിവ പോലെ തന്നെ എന്താണ്? ഫാറ്റ് നമുക്ക് എന്താണ്? ആവശ്യമാണ് അല്ലേ. ഇഫ് വി കൺസ്യൂം ഈക്വൽ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്, വി വിൽ ഗെറ്റ് മോർ എനർജി ഫ്രം ഈറ്റ് ഫാറ്റ്. എന്താണ്? അപ്പോൾ ഒരേ അളവിൽ നമുക്ക് എന്താണ്? ഫാറ്റും കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും എടുത്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ്? ഈ എനർജി ലഭിക്കുന്നത് എവിടുന്നാണ്? ഈ ഫാറ്റിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഒരേ അളവിൽ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും എടുത്തതിന് ശേഷം അപ്പോൾ കൂടുതൽ എനർജി നമുക്ക് ലഭിക്കുന്നത് ഏതാണ്? ആ ഫാറ്റിൽ നിന്നാണ് കേട്ടോ. ഓക്കെ, ഹൗ ക്യാൻ വി ഫൈൻഡ് ഔട്ട് വെദർ ദ ഫുഡ് വി ഈറ്റ് കണ്ടെയ്ൻസ് ഫാറ്റ്? അപ്പം നമ്മൾ എങ്ങനെയാണ് നാം കഴിക്കുന്ന ഫുഡിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ നമ്മൾ കണ്ടെത്തും? Do this activity to find out the presence of fat in your diet. Take a sheet of paper and put a drop of oil on it. Observe the paper. Likewise, put a drop of ghee on another piece of paper. Identify the presence of fat by observing the changes in the paper when ghee and oil were added. Repeat the experiment by rubbing the food items given below on the paper. List them. Discuss your findings in the class. അപ്പോൾ എന്താണ്? നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളിൽ കൊഴുപ്പുണ്ടോ എന്ന് എങ്ങനെ കണ്ടെത്താമെന്നാണ് അല്ലേ, ഈ ഫാറ്റ് ഉണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് എന്താക്കുക? ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കുക. എങ്ങനെയാണ്? ഒരു വെള്ള പേപ്പർ എടുക്കുക, അതിലെന്താക്കുക? ഒരു തുള്ളി എണ്ണ ഒഴിക്കൂ, ഈ ഇങ്ങോട്ട് പേപ്പർ നിരീക്ഷിക്കുക. അപ്പൊ എന്താണ്? അതിലൊരു എണ്ണമയം ഉണ്ടാവും അല്ലെ. ഇതുപോലെ ഒരു പേപ്പറിൽ നെയ്യ് ഒഴിച്ചു നോക്കൂ. അപ്പൊ എന്താണ്? എണ്ണമയം ഉണ്ടോ? അപ്പൊ എണ്ണയും നെയ്യും പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റം നിരീക്ഷിച്ചെന്താണ്? കൊഴുപ്പിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാലേ. അപ്പൊ അതിൽ എണ്ണമയം ഉണ്ടെങ്കിൽ എന്താണ്? ഇത് ഫാറ്റ് ഉണ്ട് എന്നർത്ഥം കേട്ടോ. താഴെ പറയുന്ന ഈ ഫുഡ് ഐറ്റംസിൽ എന്താണ്? പേപ്പറിൽ ഉരച്ച് ഇതേ പരീക്ഷണം ചെയ്യുക. അപ്പൊ അതിലൊരു എണ്ണമയം ഉണ്ടെങ്കിൽ എന്താണ്? ആ ഭക്ഷണത്തിൽ എന്താണ്? ഫാറ്റ് ഉണ്ട് എന്നർത്ഥം. ഓക്കെ, നിരീക്ഷണം പട്ടികപ്പെടുത്തി നിങ്ങളുടെ കണ്ടെത്തലുകൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ ചിപ്സ് എടുക്കുക, എന്നിട്ട് ഒരു പേപ്പറിൽ ഉരതിയിട്ട് നോക്കുക. അപ്പോൾ അതിൽ എണ്ണമയം ഉണ്ടെങ്കിൽ എന്താണ്? അതിൽ ഫാറ്റ് ഉണ്ട്. റോ ബനാനയും ക്രഷ്ഡ് സീസയും, എന്താ റോ ബനാന പറഞ്ഞാൽ പച്ചവാക്കിയും, അതുപോലെ ക്രഷ്ഡ് സീസയും എന്ന് പറഞ്ഞാൽ എന്താ? ചതച്ച എള്ള്, പിന്നെ ഡ്രൈഡ് കോക്കനട്ട് അല്ലേ, എന്താണ്? ഉണങ്ങിയ തേങ്ങ, പിന്നെ എന്താണ്? ക്രഷ്ഡ് ഗ്രൗണ്ട്നട്ട്, ചതച്ച നിലക്കടല. ഇതിലൊക്കെ എന്താണ്? പേപ്പറിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് എണ്ണമയം ഉണ്ടോ നോക്കുക അല്ലേ. അപ്പോൾ അതിലെന്താണ്? എണ്ണമയം ഉണ്ടെങ്കിൽ അത് ഫാറ്റ് ഉണ്ട് എന്നർത്ഥം അല്ലേ. Write down the other food items you are familiar with that contain fat. Does the list contains food items like oil, ghee, meat, egg, coconut, sesame, mustard, groundnut, milk and butter? We get fat from plant and animal sources. അപ്പോൾ നോക്കിയേ, നിങ്ങൾക്കറിയാവുന്ന കൊഴുപ്പടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാ? അപ്പോൾ എന്തൊക്കെയായിരിക്കും? എണ്ണ ഉണ്ടാവും അല്ലേ, ഗീ, അതുപോലെ ഓയിൽ ഉണ്ടാവും, പിന്നെ എന്തൊക്കെയാണ്? ഓയിലും ഇതുണ്ട്, മീറ്റ്, എഗ്ഗ്, കോക്കനട്ട്, സീസയും, മസ്റ്റാർഡ്, ഗ്രൗണ്ട്നട്ട്, മിൽക്ക്, ബട്ടർ, ഇതൊക്കെ എന്താണ്? അതിലൊക്കെ എന്താണ്? ഫാറ്റ് ഉണ്ട് അല്ലേ. ഇതിലൊക്കെ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന ലിസ്റ്റിൽ എന്താണ്? ഇതൊക്കെ എഴുതണം. പിന്നെ അതുപോലെ എന്താണ്? സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും നമുക്ക് എന്താണ്? നമുക്ക് ഫാറ്റ് ലഭിക്കുന്നുണ്ട് അല്ലേ. പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും എന്താണ്? നമുക്ക് ഫാറ്റ് ലഭിക്കുന്നുണ്ട് അല്ലേ. ആനിമൽസിൽ നിന്നുള്ള ഈ മീറ്റ്, എഗ്ഗും പിന്നെ എന്താണ്? മിൽക്കും ഒക്കെ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നും ഒക്കെ എന്താക്കുന്നുണ്ട്? നമുക്ക് ഫാറ്റ് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഏതൊക്കെയാണ്? കോക്കനട്ട് ഓയിൽ, സീസയും, മസ്റ്റാർഡ്, ഗ്രൗണ്ട്നട്ടൊക്കെ പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ പ്ലാന്റ്സിനും ആനിമൽസിനും നമുക്ക് എന്താക്കുന്നുണ്ട്? ഫാറ്റ് ലഭിക്കുന്നുണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇനി താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ചാൽ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലാസിഫൈ ദ ഗിവൺ പിക്ചേഴ്സ്, ദ ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ആനിമൽസ്. അപ്പോൾ ഇതിനെന്താക്കുക? നിങ്ങൾ ഈ ഫാറ്റ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഫാറ്റെന്നും അതുപോലെ ആനിമൽസിൽ നിന്ന് കിട്ടുന്ന ഫാറ്റെന്നും പറഞ്ഞ് നിങ്ങൾ എന്താക്കണം? ടേബിളിൽ എഴുതാനാണ്. കണ്ടോ? ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് എന്ന് എഴുതുക, ഇവിടെ ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം ആനിമൽസ്. എന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് അത് കിട്ടുന്ന നോക്കുക. ഇത് കോക്കനട്ട് ഓയിൽ അല്ലേ. കോക്കനട്ട് ഓയിൽ ഏതിലാണുള്ളത്? ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ്സ് എന്നാണ് അല്ലേ. ദെൻ ഈ ഗീ എവിടെ നിന്നാണ്? അത് എന്താണ്? ഫാറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം എവിടുന്ന? ആനിമൽസ് നിന്നാണോ? ചില ഗീ എന്താണ്? ആനിമൽസ് നിന്നാണ് കിട്ടുന്നത് അല്ലേ. മിൽക്ക് എന്നൊക്കെ ഇതാവുന്നത്. ദെൻ അടുത്ത ഇതെന്താ? അത് ചിപ്സ് അല്ലേ. ചിപ്സ് കിട്ടുന്നത് എവിടെ നിന്നാണ്? അതും എന്താണ്? പ്ലാന്റ്സ് നിന്നാണ് അല്ലേ. അതുപോലെ ഇതെന്താണ്? പനീറ. അതെന്താണുള്ളത് എഴുതുക. ഇനി ഇതും അതുപോലെ എന്താക്കുക? എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്?
ഫിഷ് ഓയിൽ അല്ലേ. Majority of food items like vegetables, rice, wheat, etc. contain small amount of fat. എന്താണ് പച്ചക്കറി, അതുപോലെ എന്താണ് വെജിറ്റബിൾസ്, റൈസ് അല്ലെ അരി, വീറ്റ് അല്ലേ. അപ്പോൾ ഇതിലൊക്കെ മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും എന്താണ് ചെറിയ അളവിൽ എന്താണ് ഫാറ്റ് ഉണ്ട് അല്ലേ. ഇനി എന്താണ് കൊളസ്ട്രോൾ നോക്കാം നമുക്ക് അല്ലേ. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഫാറ്റ് കൂടുതലായാലും കുഴപ്പമാണ് കേട്ടോ. ഹാവ് യു ഹേർഡ് ഡോക്ടേഴ്സ് അഡ്വൈസ് നോട്ട് ടു ഈറ്റ് ടു മച്ച് ഫാറ്റി ഫുഡ്സ്. അപ്പോൾ കൊഴുപ്പടങ്ങിയ ആ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് നല്ലതല്ല എന്ന് ഡോക്ടർമാർ പറയുന്നില്ലേ. വാട്ട് കുഡ് ബി ദ റീസൺ? എന്താ കാരണം? കൊളസ്ട്രോൾ ഈസ് ഫോം ഓഫ് ഫാറ്റ് അല്ലേ. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കൊഴുപ്പിന്റെ ഒരു രൂപമാണ് അല്ലേ. എ മോഡറേറ്റ് എമൗണ്ട് ഓഫ് കൊളസ്ട്രോൾ ഈസ് റിക്വയർഡ് ഫോർ ദ ബോഡി. എന്താണ്, മിതമായ അളവിൽ എന്താണ് കൊളസ്ട്രോൾ ശരീരത്തിന് ആവശ്യമാണ്. ഇഫ് ദർ ഈസ് എക്സസ് കൊളസ്ട്രോൾ ഇൻ ദ ബ്ലഡ് ഇറ്റ് ഗെറ്റ്സ് deposited in the inner wall of blood vessel and prevent blood flow. This may cause fatal diseases like stroke and heart failure അല്ലേ. അപ്പം എന്താണ്, നമ്മൾ മിതമായ അളവിലെ നമ്മൾ ശരീരത്തിന് എന്താണ് കൊളസ്ട്രോൾ ആവശ്യമുള്ളൂ അല്ലേ. കൂടുതലായാലോ, രക്തത്തിൽ കൊളസ്ട്രോൾ അധികമായാൽ അത് നമ്മുടെ രക്തത്തിൻ്റെ ബ്ലഡിൻ്റെ കൊയലുകളില്ലേ അതിൻ്റെ ഉള്ളിലെന്താക്കും അടിഞ്ഞു കൂടുകയും രക്തത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യൂലേ. അപ്പം ഇതെന്താണ് സ്ട്രോക്കിനും അതുപോലെ എന്താണ് ഹാർട്ട് അറ്റാക്കിനും ഒക്കെ എന്താണ് ഈ തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ കാരണമാകും അല്ലേ. അപ്പോൾ കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാകും. കൊളസ്ട്രോൾ ഉണ്ടായാൽ എന്താണ് സ്ട്രോക്കും ഹാർട്ട് ഫെയിലിയർ ഒക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ്, വിറ്റാമിൻ അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് പറഞ്ഞു, പ്രോട്ടീൻ പറഞ്ഞു, ഫാറ്റ് പറഞ്ഞു, ഇനി വിറ്റാമിൻസ് ആണ് അല്ലേ. ഹാവ് യു ഹേർഡ് ഓഫ് വിറ്റാമിൻസ്? വിറ്റാമിൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിറ്റാമിൻസ്. അപ്പോൾ എന്താണ്, ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള എന്താണ് ന്യൂട്രിയൻസ് ആണ് എന്ത്, വിറ്റാമിനുകൾ അല്ലേ. ശരീരത്തിന്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള ഒരു ന്യൂട്രിയൻസ് ആണ് എന്ത്, വൈറ്റമിൻസ് എന്ന് പറയുന്നത് അല്ലേ. വിറ്റാമിൻസ് എന്നും പറയും, വൈറ്റമിൻസ് എന്നും പറയും. ഇതിന്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് എന്താണ് മനസ്സിലാക്കിയാലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഡോക്ടർ എന്താണ് പറയുക, ഡോക്ടറോട് ഈ അച്ഛൻ പറയാനല്ലേ, ഡോക്ടർ മൈ സൺസ് ഗം ബ്ലീഡ്സ് വെൻ എവർ ഹി ബ്രഷസ് ഹിസ് ടീത്ത് ആൻഡ് ച്യൂ സോളിഡ് ഫുഡ്. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് ഡോക്ടർ, എൻ്റെ മകൻ എന്താണ് പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും എന്താണ് മോണയിൽ നിന്ന് രക്തം വരുന്നു, എന്താ കാരണം എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണ്, ബ്ലീഡിംഗ് ഗം മേ ബി ഡ്യൂ ടു വിറ്റാമിൻ ഡെഫിഷ്യൻസി. ഫുഡ്സ് റിച്ച് ഇൻ വൈറ്റമിൻ സി ഷുഡ് ബി ടേക്കൺ അലോങ് വിത്ത് മെഡിസിൻ. എന്താണ്, മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം അല്ലേ. മരുന്നിൻ്റെ ഒപ്പം എന്താണ് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം എന്ന് പറയുകയാണ് അല്ലേ. മോണയിലെ ഈ രക്തസ്രാവം എന്താണ് വിറ്റാമിൻ്റെ കുറവ് മൂലമാകും അല്ലേ. മരുന്നിൻ്റെ ഒപ്പം എന്താണ് വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്ന് പറയുകയാണ് അല്ലേ. ഡോക്ടർ ആർ ദർ വിറ്റാമിൻസ് ലൈക്ക് എ ആൻഡ് ബി? അപ്പോൾ വിറ്റാമിൻ സി കഴിക്കണം എന്നാണല്ലോ പറഞ്ഞല്ലേ. അപ്പോൾ കുട്ടിക്ക് ഒരു സംശയം അല്ലേ, വിറ്റാമിൻ എയും ബി ഒക്കെ അപ്പം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അപ്പോൾ ഡു യു ഹാവ് ദ സെയിം ഡൗട്ട്? ഈ ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ? ഉണ്ടാവും അല്ലേ. അപ്പോൾ അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിറ്റാമിൻസ് ആൻഡ് ദയർ സിഗ്നിഫിക്കൻസ് അല്ലേ. വിവിധ തരം വിറ്റാമിനുകൾ ഏതെന്നും അവയുടെ പ്രാധാന്യം ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാൻ നൽകിയിട്ടുള്ള ഈ ടേബിൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം നമുക്ക്. നോക്കൂ, വിറ്റാമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട് അല്ലേ. ഈ ഇത്രയും വിറ്റാമിനുകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ സിഗ്നിഫിക്കൻസിന് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കിയാൽ, വിറ്റാമിൻ എ ഉണ്ടെങ്കിൽ എന്താണ് ഈ കണ്ണ്, അത് മെയിൻറ്റെയിൻസ് ഫോർ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ ആൻഡ് ഹെയർ അല്ലേ. ഐസിൻ്റെയും കണ്ണിൻ്റെയും സ്കിന്നിൻ്റെയും അതുപോലെ ഹെയറിൻ്റെയും എന്താണ് ഹെൽത്ത് ആരോഗ്യത്തിന് നല്ലതാണ് വിറ്റാമിൻ എ അല്ലേ. അതൊക്കെ എന്താണ് എന്നിവയുടെ ആരോഗ്യത്തിന് എന്താണ് വിറ്റാമിൻ എ വേണം അല്ലേ. അടുത്ത വിറ്റാമിൻ ബി മെയിൻറ്റെയിൻസ് ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവ്സ് ആൻഡ് ഹാർട്ട് ആൻഡ് സ്കിൻ അല്ലേ. അപ്പോൾ എന്താണ് നമ്മളെ ബ്രെയിൻ തലച്ചോറ്, പിന്നെ അതുപോലെ എന്താണ് നെർവസ് അല്ലേ, നാഡികൾ, ഹാർട്ട്, സ്കിന്ന്, ഹാർട്ട് എന്താണ് ഹൃദയം, പിന്നെ സ്കിൻ അല്ലേ, സ്കിൻ ത്വക്ക് അല്ലേ, അതിൻ്റെയൊക്കെ ആരോഗ്യത്തിന് എന്താണ് വിറ്റാമിൻ ബി വേണം. ഇനി വിറ്റാമിൻ സി ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽ ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി അല്ലേ. അപ്പോൾ പല്ല്, മോണ അല്ലേ, ഗമ്മ്, പിന്നെ അതുപോലെ എന്താ ബ്ലഡ് വെസൽസ് അല്ലേ, എന്താണ് രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവാനൊക്കെ വിറ്റാമിൻ സി വേണം അല്ലേ. എന്താ രോഗപ്രതിരോധ ശേഷിക്കൊക്കെ വിറ്റാമിൻ സി വേണം. ദെൻ വിറ്റാമിൻ ഡിന്റെ പ്രാധാന്യം എന്താണ്, ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി അല്ലേ.
എന്താണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ എന്താണ് രോഗപ്രതിരോധ ശേഷിക്കും എന്താണ് വിറ്റാമിൻ ഡി വേണം അല്ലേ. ഹെൽത്ത് ആൻഡ് ബോൺസ് അല്ലേ, ബോൺസ് ആൻഡ് ടീത്ത് അല്ലേ, ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്, എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിനും അതുപോലെ രോഗപ്രതിരോധ ശേഷിക്കും ഒക്കെ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലേ. ദെൻ നെക്സ്റ്റ് ഫോർ വിറ്റാമിൻ ഇ എന്താണ് ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്സ് അല്ലേ. നമ്മുടെ നാടുകളുടെ ശരിയായ പ്രവർത്തനത്തിന് എന്താ വേണ്ടത്, വിറ്റാമിൻ ഇ വേണം അല്ലേ. നെക്സ്റ്റ് വിറ്റാമിൻ കെ എന്താണ് ഫോർ ബ്ലഡ് ക്ലോട്ടിങ് വെൻ വൗണ്ട്സ് ഒക്കെ അല്ലേ. നമുക്ക് മുറി പറ്റുമ്പോൾ രക്തക്കട്ട പിടിക്കുന്നത് കണ്ടില്ലേ, രക്തക്കട്ട പിടിക്കുന്നത് എന്താ നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ കെ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വിറ്റാമിൻ കെ ഉണ്ടാകുന്ന എന്താണ് ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ അല്ലേ, രക്തം കട്ട പിടിക്കാനാണ് വിറ്റാമിൻ കെ വേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കൂ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ഓഫ് ദി സ്കിന്ന്. അപ്പോൾ ഈ സ്കിന്നിൻ്റെ ഹെൽത്തിന് ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതൊക്കെയാണ്, അവിടെ ഏതൊക്കെയാ, വിറ്റാമിൻ എയിൽ സ്കിന്ന് വരുന്നുണ്ട്, വിറ്റാമിൻ ബിയിലും വരുന്നുണ്ട് സ്കിന്ന് അല്ലേ. അപ്പോൾ വിറ്റാമിൻ എ ആൻഡ് ബി അല്ലേ. നെക്സ്റ്റ് നോക്കൂ, വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് അഡീക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വിറ്റാമിൻ ഡി. അപ്പം വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നം ഉണ്ടാകും, വിറ്റാമിൻ ഡി ലഭിച്ചില്ലെങ്കിൽ നമ്മളെ എല്ല് അല്ലേ, ബോൺസ് ആൻഡ് ടീത്തിന്റെ ഹെൽത്തിനും അതുപോലെ എന്താണ് ഇമ്മ്യൂണിറ്റി പവറും ഉണ്ടാവില്ല അല്ലേ. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം കുറയും, അതുപോലെ എന്താണ് നമുക്ക് രോഗപ്രതിരോധ ശേഷിയും നമുക്ക് ഉണ്ടാവില്ല വിറ്റാമിൻ ഡി കുറഞ്ഞാലല്ലേ. അപ്പം വിറ്റാമിൻ ഡിയും എന്താണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അല്ലേ. ഓക്കെ, അപ്പം ഹാവ് യു അനലൈസ് എ ടേബിൾ. അപ്പം പ്രിപ്പയർ ചെയ്ത് നോട്ടെ വിറ്റാമിൻസ് ആൻഡ് പ്രസന്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ ടേബിള് വിശകലനം ചെയ്തിട്ട് എന്താണ് ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക അതിൽ വെച്ചിട്ട് എന്നിട്ട് എന്താക്കുക വിറ്റാമിനുകളെ കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക, എന്നിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കി ഇനി ഇത് നോക്കിയേ, വിറ്റാമിൻ ഡി ആൻഡ് ബി കോംപ്ലക്സ് അല്ലേ, വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും അല്ലേ, വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും, vitamin D and B complex. About vitamin D is obtained from sunlight. Trace amount of it is also obtained from food. This vitamin is essential for the health of bones and teeth and for immunity. Due to the deficiency of vitamins D, the bones in children become soft and brittle. This condition is called rickets. Sunlight is good for getting vitamin D. B complex is a group of 8 different vitamins essential for the physiological activities of the body. It plays an important role in maintaining health. B complex is essential for cellular health, formation of red blood cells, eyesight, functioning of nerves and cardiac health. എന്താണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണ് എന്ത് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അല്ലേ. സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ഒരു വിറ്റാമിൻ ലഭിക്കും, അത് ഏതാണ് വിറ്റാമിൻ ഡി ആണ് കേട്ടോ. സൺലൈറ്റിൽ നിന്ന് ലഭിക്കുന്നത് ചെറിയ അളവിൽ എന്താണ് നമ്മളെ ഫുഡിൽ നിന്ന് ഇത് ലഭിക്കുന്നുണ്ട്, ചെറിയ അളവിൽ എന്താണ് നമുക്ക് ഫുഡിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അല്ലേ. അത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും എന്താണ് ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിൻ ആണ് എന്ത് വിറ്റാമിൻ ഡി അല്ലേ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം എന്താണ് കുട്ടികളിൽ എന്താണ് ഈ എല്ലുകൾ എന്താണ് ദുർബലമായ മൃദുവായോ മാറുന്നൊരവസ്ഥയാണ് എന്ത് റിക്കറ്റ്, ആ രോഗം ഉണ്ടാവും. വിറ്റാമിൻ ഡിന്റെ കുറവ് മൂലം റിക്കറ്റ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും കേട്ടോ. എന്താണ് റിക്കറ്റ് പറഞ്ഞാൽ എല്ലുകൾ ദുർബലമാവും, മൃദുവായി മാറുന്നൊരവസ്ഥയാണ് റിക്കറ്റ് അല്ലേ. അപ്പോൾ വിറ്റാമിൻ ഡി ശരീരത്തിലില്ലെങ്കിൽ റിക്കറ്റ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി എന്താണ് നമ്മൾ സൺലൈറ്റ് ഏൽക്കുന്നത് നല്ലതാണ് കേട്ടോ, സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് എന്ത് ബി കോംപ്ലക്സ്. അപ്പം നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് എന്ത് ബി കോംപ്ലക്സ് അല്ലേ. അപ്പോൾ 8 തരം എന്താണ് ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത് അല്ലേ. അപ്പോൾ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണ് ഇത് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്ത്. അപ്പോൾ എന്താണ് പറയുന്നത്, അപ്പം 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണെന്ത് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യം നിലനിർത്തുന്നതിന് വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് അല്ലേ. ഈ സെല്ലിൻ്റെ ഹെൽത്ത്, സെല്ല് പറഞ്ഞാൽ എന്താണ് കോശം അല്ലേ, സെല്ലുലാർ ഹെൽത്ത്. ഓക്കെ, സെല്ലുലാർ ഹെൽത്ത്, അതുപോലെ എന്താണ് ചുവന്ന രക്താണുക്കളുടെ വളർച്ച, ഏതാണ് ഫോർമേഷൻ ഓഫ് റെഡ് ബ്ലഡ് സെൽസ് അല്ലേ, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടാവാനും
അതുപോലെ എന്താണ് ഐസൈറ്റ് കാഴ്ച ശക്തിക്കും, പിന്നെ ഫങ്ഷനിങ് ഓഫ് നെർവ്സ് എന്താണ് നാഡി പ്രവർത്തനവും, പിന്നെ കാർഡിയാക് ഹെൽത്ത് ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം എന്താണ് ബി കോംപ്ലക്സ് ആവശ്യമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും ഒക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ഒന്നും കൂടി നന്നായി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ദെൻ വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു പ്രിവെന്റ് ദ ഫിസിക്കൽ issues caused by vitamin deficiency? Observe the table and identify the food items which contain different types of vitamins. Refer books and elaborate the list by adding more food items. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്, വിറ്റാമിനുകളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്തെല്ലാം ആഹാരങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്, വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാം എന്ന് നിങ്ങൾ എന്താക്കുക പട്ടിക നോക്കി മനസ്സിലാക്കുക. ഈ ടേബിൾ നോക്കിയിട്ട് റെഫറൻസ് പുസ്തകത്തിൽ പരിശോധിച്ച് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി നിങ്ങൾ ടേബിൾ കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ നിങ്ങൾ എന്താക്കുക പല എന്താണ് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വിറ്റാമിൻ എ ഫുഡ് ഐറ്റംസ് എന്താണ്, വിറ്റാമിൻ എ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഫിഷ്, ക്യാരറ്റ്, പിന്നെ ഏതൊക്കെ കിട്ടുന്നുള്ളത് എഴുതുക. പിന്നെ വിറ്റാമിൻ ബിയിൽ കിട്ടുന്നത് ഏതൊക്കെയാണ്, മട്ട, റൈസിൽ നിന്നും സ്പിനാച്ചിൽ നിന്നൊക്കെ എന്താണ് വിറ്റാമിൻ ബി കിട്ടും. വിറ്റാമിൻ സി ഗൂസ്ബെറി, ലെമൺ എന്നൊക്കെ വിറ്റാമിൻ സി കിട്ടും. പിന്നെ ഫിഷിൽ നിന്ന് എഗ്ഗിൽ നിന്നാണ് വിറ്റാമിൻ ഡി കിട്ടുന്നത്. പീനട്ടിൽ നിന്ന് ആൽമണ്ടിൽ നിന്നൊക്കെ വിറ്റാമിൻ ഇ കിട്ടും. പിന്നെന്താണ് ക്യാബേജിൽ നിന്നും കോളിഫ്ലവറിൽ നിന്നും വിറ്റാമിൻ കെ കിട്ടും അല്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പിന്നെയും കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് ഒക്കെ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ദെൻ എക്സാമിൻ വെദർ യുവർ ഡെയിലി ഡയറ്റ് ഇൻക്ലൂഡ് ദ ഫുഡ് ഐറ്റംസ് മെൻഷൻ ഇൻ ദ ടേബിൾ. അപ്പോൾ എന്താ അവിടെ പറയുന്നത്, നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഈ പട്ടികയിലെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. എഡിബിൾ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒബ്റ്റെയിൻഡ് ഫ്രം അവർ സറൗണ്ടിങ്സ് കണ്ടെയ്ൻ വിറ്റാമിൻസ് ഇൻ അബണ്ടൻസ്. എന്താണ് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഈ ഇലകൾ, അതുപോലെ എന്താണ് ഫ്രൂട്ട്സ്, പിന്നെന്താണ് വിധേന വിറ്റാമിനുകൾ അല്ലേ, കിട്ടുന്ന ഇലകളിലും പയവർഗ്ഗങ്ങളും എന്നിവയിൽ എന്താണ് വിവിധ തരം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ മുരിങ്ങൻ്റെ ഇല, ചീര, പേരയ്ക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ എന്താണ് ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യത നിങ്ങൾക്ക് മനസ്സിലായില്ലേ. Okay, have you understood? Vitamin B and C are water soluble, whereas vitamin A, D, E, K are fat soluble. ഇവിടെ പറയുന്നത് നോക്കിയേ, ഈ വിറ്റാമിൻസ് എന്താണ് വാട്ടറിൽ സോല്യൂബിൾ ആയതുകൊണ്ട്, അതുപോലെ ഫാറ്റിൽ സോല്യൂബിൾ ആയതുകൊണ്ട്, വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നുണ്ട്. വിറ്റാമിൻ ബിയും സിയും എന്താണ് വെള്ളത്തിൽ സോല്യൂബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ എന്താണ് വിറ്റാമിൻ എയും ഡിയും ഇയും കെയും ഒക്കെ എന്താണ് ഈ ഫാറ്റിൽ എന്താണ് സോല്യൂബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ് അപ്പോൾ ഇത് പഠിക്കാൻ വാട്ടറിലാണെങ്കിൽ വാട്ടറിൽ സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ ബിയും സിയും. അതുപോലെ ഫാറ്റിൽ സോല്യൂബിൾ ആയിട്ടുള്ള വിറ്റാമിൻ ചോദിച്ചാൽ ഏതാണ് അടക്ക് അല്ലേ, എ ഡി ഇ കെ അടക്ക് എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ കേട്ടോ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഫാറ്റ് ദീസ് വിറ്റാമിൻസ് വിൽ നോട്ട് ബി അബ്സോർബ്ഡ് ബൈ ദ ബോഡി. ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂഡിങ് ഫാറ്റ്സ് ഇൻ ദ ഡയറ്റ്. അപ്പം നോക്കിയാൽ കൊഴുപ്പിൻ്റെ ഫാറ്റിൻ്റെ അഭാവത്തിൽ എന്താണ് ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ അബ്സോർബ് ചെയ്യൂല അല്ലേ. അപ്പം ഈ നമ്മളെ ശരീരത്തിൽ ഫാറ്റ് ഉണ്ടെങ്കിലേ വിറ്റാമിൻ എയും ഡിയും ഇയും കെയും ഒക്കെ എന്താണ് നമ്മുടെ ശരീരത്തിൽ എന്താക്കുള്ളൂ അബ്സോർബ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് ഈ കൊഴുപ്പ് ഈ ഫാറ്റ് ഉണ്ടാവേണ്ട ഇത് മനസ്സിലായില്ലേ നമുക്ക്. എന്താണ് നമ്മുടെ ശരീരത്തിൽ ഈ ഫാറ്റ് ഉണ്ടെങ്കിലേ വിറ്റാമിൻ എയും ഡിയും ഇയും കെയും ഒക്കെ എന്താണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കയറുള്ളൂ അല്ലേ. അപ്പോൾ ഫാറ്റ് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. മനസ്സിലായല്ലോ. അപ്പം ഫാറ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ അല്ലേ. നെക്സ്റ്റ് നോക്കൂ, മിനറൽസ് ഇൻ ഫുഡ്. എന്താണ് ഭക്ഷണത്തിലെ മിനറൽസ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഒരു അനൗൺസ്മെന്റ് ആണ് അല്ലേ. ഓൾ ആർ റിക്വസ്റ്റഡ് ടു റിപ്പോർട്ട് അറ്റ് ദ ഓഡിറ്റോറിയം. അയൺ ടാബ്ലറ്റ്സ് വിൽ ബി സപ്ലൈഡ് അറ്റ് 2 PM ടുഡേ. എന്താണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ്. അപ്പം നോക്കി അയൺ ഗുളിക പറയുമ്പോൾ ചില കുട്ടികളൊക്കെ എന്താണ് കഴിക്കാൻ മടിക്കും അല്ലേ, എന്തോ ബോധക്കേട് ഉണ്ടാവും, അങ്ങനെ പലതും വെറുതെ അങ്ങ് പറയലാണ് അല്ലേ. അപ്പം അയൺ ഗുളിക കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എന്താ കിട്ടുക എന്നുള്ളത് ഇവിടെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഡിഡ് യു നോട്ടീസ് ദ അനൗൺസ്മെന്റ്? ഈ അനൗൺസ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? വൈ ആർ അയൺ ടാബ്ലറ്റ്സ് ഗിവൺ ടു ചിൽഡ്രൻ? അപ്പം എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത്? അയൺ ഈസ് എ മിനറൽ. അപ്പം എന്താണ് നമുക്ക് അയൺ എന്താണ് ഒരു മിനറൽ ആണ് അല്ലേ. സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദ ബോഡി അല്ലേ. ഇങ്ങനത്തെ ഇത്തരം ചില മിനറൽസ് എന്താണ് ചില മിനറൽസ് ശരീരത്തിലെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും എന്താണ് ആവശ്യമാണ് അല്ലേ. വിച്ച് ആർ ദ മിനറൽസ് റിക്വയർഡ് ഫോർ അവർ ബോഡി? ഏതൊക്കെ മിനറൽസ് ആണ് നമുക്ക് വേണ്ടത്? ഹൗ ഡു ദീസ് മിനറൽസ് സപ്പോർട്ട് അവർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത്? അപ്പോൾ എന്താണ് ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും
ബുദ്ധിക്കും ആരോഗ്യത്തിനും സഹായകമാകുന്നത് എങ്ങനെയാണ്? അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. നോക്കൂ, ഇമ്പോർട്ടൻറ്റ് മിനറൽസ്. അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ്? അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയഡിൻ ഉണ്ട് അല്ലേ? അയൺ ഉണ്ട്, കാൽഷ്യം, അയഡിനാണ് എന്ത് മിനറൽസിൽ പെടുന്നത് അല്ലേ? അപ്പം ഈ അയൺ കിട്ടുന്ന ഫുഡ് ഐറ്റംസും അതിൻ്റെ സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ പ്രാധാന്യമാണ് ഇവിടെ പറയുന്നത് അല്ലേ? അയണിൻ്റെ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാ? ലീഫി വെജിറ്റബിൾസ് അല്ലേ, ഇലക്കറികളിൽ നിന്ന്, പിന്നെന്താണ് ജാഗറിയിൽ നിന്ന് അല്ലേ, ശർക്കരയിൽ നിന്ന്, പിന്നെ ഫിഷിൽ നിന്നും, പിന്നെ ലിവർ കരളിൽ നിന്നുമാണ് അല്ലേ? മത്സ്യത്തിൽ നിന്നും കരളിൽ നിന്നൊക്കെയാണ് എന്ത് അയൺ കിട്ടുന്ന ഫുഡ് ഐറ്റംസ് അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ അയൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാലുള്ള പ്രാധാന്യം എന്താ? പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ എ ബ്ലഡ് അല്ലേ? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ഏതാണ്? അയൺ ആണ് അല്ലേ? അപ്പോൾ അയൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം. നെക്സ്റ്റ് എന്താണ്? കാൽഷ്യം ആണ് അല്ലേ? കാൽഷ്യം കിട്ടുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ് അല്ലേ? ഇതിൽ നിന്നൊക്കെയാണ് എന്ത് കാൽഷ്യം നമുക്ക് ശരീരത്തിൽ കിട്ടുന്നത്. അതിന്റെ സിഗ്നിഫിക്കൻസ് പ്രാധാന്യം എന്താണ്? ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് എക്സെട്ര ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിന് എന്താണ് ഇത് സഹായിക്കുന്നുണ്ട് അല്ലേ? ബോൺസിന്റെയും ടീത്തിന്റെയും ഒക്കെ ഫോർമേഷനും അതുപോലെ എന്താണ് നമ്മളെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനൊക്കെ എന്താണ് കാൽഷ്യമാണ് വേണ്ടത് അല്ലേ? അപ്പോൾ കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കണം? എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ് അതൊക്കെ കഴിക്കണം അല്ലേ? നെക്സ്റ്റ് എന്താണ്? അയഡിൻ ആണ് കേട്ടോ. അയഡിന് കിട്ടുന്ന എവിടുന്നാണ്? സീ ഫുഡ് കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ അയഡിൻ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഹെൽപ്സ് ഇൻ ദ ഫംഗ്ഷനിങ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലേ? അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിൽ എന്താണ് ഇത് സഹായിക്കുന്നുണ്ട്. വിച്ച് മിനറൽസ് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ്? അപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മിനറൽസ് ഏതാണ്? ഹീമോഗ്ലോബിൻ അയൺ അല്ലേ? വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ടു ഗെറ്റ് ദിസ് മിനറൽ? ഈ അയൺ കിട്ടണമെങ്കിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കേണ്ടത്? ലീഫി വെജിറ്റബിൾസും ജാഗറിയും ഫിഷും ലിവറൊക്കെ കഴിച്ചാലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? അയൺ നമ്മുടെ ശരീരത്തിൽ എത്തുള്ളൂ അല്ലേ? ഓക്കെ, വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? എന്തുകൊണ്ടാണ് നമ്മൾ സീ ഫുഡ് കഴിക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ അയഡിൻ കിട്ടാൻ അല്ലേ? എന്താണ് അത്? ഈ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷനിങ്ങിനെ സഹായിക്കുന്നു. വാട്ട് ഹെൽത്ത് issues will occur if we avoid egg, milk and leafy vegetables? discuss. അപ്പോൾ എന്താണ് ഈ മിൽക്ക്, എഗ്ഗ്, ലീഫി വെജിറ്റബിൾസ് എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതാ അയൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവില്ല അല്ലേ? അതല്ല ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ? എഗ്ഗ്, മിൽക്ക് അല്ലേ? എഗ്ഗും മിൽക്ക്, ലീഫി വെജിറ്റബിൾ. കാൽഷ്യം ഉണ്ടാവില്ല അല്ലേ? കാൽഷ്യം ഇല്ലെങ്കിൽ എന്തൊക്കെയാ അസുഖം ഉണ്ടാവുക? ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് അല്ലേ? അപ്പോൾ ബോൺസിനെയും ടീത്തിനെയും ഫോർമേഷന് ഹെൽപ്പ് എന്താണ് സഹായിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? കാൽഷ്യം ഉണ്ടാവണം അല്ലേ? പിന്നെ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ്, നമുക്ക് ഒരു മുറി എന്തെങ്കിലും പറ്റിയാൽ എന്താണ്? ബ്ലഡ് ക്ലോട്ട് ആവും വേണം അല്ലേ? അപ്പോൾ അതിനൊക്കെ എന്താണ് ഈ കാൽഷ്യമാണ് നമ്മൾ സഹായിക്കുന്നത്. അപ്പോൾ എഗ്ഗും മിൽക്കും ലീഫി വെജിറ്റബിളും ഫിഷൊക്കെ കഴിക്കണം. ഓക്കെ, ദെൻ ഹീമോഗ്ലോബിൻ എന്താന്ന് നോക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ഹീമോഗ്ലോബിൻ പറഞ്ഞില്ല. ആ ഹീമോഗ്ലോബിൻ എന്താണ്? ഹീമോഗ്ലോബിൻ ഇസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ റെഡ് ബ്ലഡ് സെൽസ് അല്ലേ? എന്താണ് ഈ റെഡ് ബ്ലഡ് സെൽസിൽ കാണപ്പെടുന്ന ഒരു പിഗ്മെന്റ് ആണ്, വർണ്ണവസ്തുവാണ് എന്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇമ്പാർട്സ് റെഡ് കളർ ടു ബ്ലഡ്. എന്താണ് ഇവ എന്താണ് രക്തത്തിന് റെഡ് കളർ നൽകുന്നുണ്ട്. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽസ് ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡയോക്സൈഡ്. എന്താണ് രക്തത്തിലെത്തുന്ന ഓക്സിജൻ എന്താണ് ഈ സെല്ലിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലെ? ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു സെൽ, ഓക്സിജനെ സെല്ലിൽ എത്തിക്കുന്നതും അതുപോലെ എന്താണ് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്ന ആരാണ്? ഈ ഹീമോഗ്ലോബിൻ ആണ് അല്ലെ? ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലീഡ്സ് ടു എ കണ്ടീഷൻ കോൾഡ് അനീമിയ. അപ്പൊ എന്താണ് രക്തത്തിലെ ഈ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണെന്ത്? അനീമിയ എന്ന് പറഞ്ഞ അസുഖം അല്ലെ? തളർച്ച, വിളർച്ച എന്നൊക്കെ പറയില്ലേ, അത് ഹീമോഗ്ലോബിന്റെ കുറവ് മൂലമാണ് അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ? ഡെഫിഷ്യൻസി ഡിസീസസ്. എന്താണ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത്? വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓൺലി. എന്താണ് വിറ്റാമിനുകളും മിനറൽസും കുറഞ്ഞ അളവിൽ മാത്രമേ നമ്മളെ ശരീരത്തിന് ആവശ്യമുള്ളൂ അല്ലേ? However, if they are not available to the body in the required quantity, deficiency diseases are bound to manifest. You have already learned about the diseases related to protein deficiency. അപ്പോൾ എന്താണ് നമുക്ക് കുറഞ്ഞ അളവിൽ എന്താണ് വിറ്റാമിനും മിനറൽസും ഒക്കെ ആവശ്യമുള്ളൂ, എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല രോഗങ്ങളും എന്താണ് ഉണ്ടാകുന്നുണ്ട് അല്ലേ?
പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന നമ്മളെ രോഗം എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയില്ലേ. എന്തായിരുന്നു? പ്രോട്ടീൻ കുറഞ്ഞാൽ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ എന്താ കോസസ് ഡിസീസ് ടൈപ്പ് കോശിയോർക്കറും മറാസ്മസ് എന്ന് പറഞ്ഞ അസുഖമൊക്കെ ഉണ്ടാവും അല്ലേ. ഓക്കെ, അത് നമ്മൾ അവിടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കിയേ. ഓക്കെ, അബൌട്ട് പേ അറ്റൻഷൻ ടു വിറ്റാമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് ലിസ്റ്റഡ് ബിലോ. അപ്പൊ എന്താണ്? വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ നോക്കൂ. താഴെ ശ്രദ്ധിച്ചേ. വിറ്റാമിൻ എ അല്ലെ, ഡെഫിഷ്യൻസി ഓഫ് ഡിസീസസ്. വിറ്റാമിൻ അതിന്റെ രോഗങ്ങളുമാണ് അല്ലെ. വിറ്റാമിൻ എ ഇല്ലെങ്കിൽ കുറഞ്ഞാൽ എന്താ? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും അല്ലെ, നിശാന്തത ഉണ്ടാവും. വിറ്റാമിൻ ബി കുറഞ്ഞാലോ ഗ്ലോസിറ്റിസ്, swollen tongue and chinkling of skin on tongue, mouth ulcer. എന്താണ് ഗ്ലോസിറ്റിസ് എന്ന് പറഞ്ഞാൽ നാവ് വീക്കോ, നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയാണ് അല്ലെ. വായ്പുണ്ണൊക്കെ എന്താണ്? വിറ്റാമിൻ ബി കുറഞ്ഞാൽ ഉണ്ടാവും കേട്ടോ. ഇനി വിറ്റാമിൻ സി കുറഞ്ഞാലോ ബ്ലീഡിങ് ഗം അല്ലെ, സ്കർവി അല്ലെ, മോണയിൽ നിന്നുള്ള രക്തസ്രാവം. വിറ്റാമിൻ ഡി കുറഞ്ഞാലോ റിക്കറ്റ്സ് അതുണ്ടാവും അല്ലെ. വിറ്റാമിൻ ഡി കുറഞ്ഞാൽ ഒക്കെ നമ്മൾ റിക്കറ്റ് എന്താന്നൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ കോസസ് സ്കർവി. ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? സ്കർവി ഉണ്ടാകുന്ന ഏതാണ്? വിറ്റാമിൻ സി അല്ലെ. വിറ്റാമിൻ സിന്റെ കുറവ് മൂലമാണ് എന്ത്? സ്കർവി ഉണ്ടാകുന്നത് അല്ലെ. വാട്ട് ഫുഡ് ഐറ്റംസ് വിൽ യു സജസ്റ്റ് ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഇഫ് സംവൺ ഇൻ യുവർ ഹോം സഫേഴ്സ് ഫ്രം മൗത്ത് അൾസർ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ, മൗത്ത് അൾസർ വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താനാണ് നിങ്ങൾ നിർദ്ദേശിക്കുക? അപ്പോൾ മൗത്ത് അൾസർ വരുമ്പോൾ വിറ്റാമിൻ ബിന്റെ കുറവ് മൂലമാണ് അല്ലേ. അപ്പോൾ വിറ്റാമിൻ ബിന്റെ കുറവ് മൂലം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? വിറ്റാമിൻ ബി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ കഴിക്കേണ്ടത്? മട്ട, റൈസ്, സ്പിനാച്ച് അങ്ങനത്തെ ഒക്കെ കഴിക്കണം അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ വരുന്നത് നോക്കിയാൽ. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. അപ്പം ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് എന്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് വരുന്നത്? എന്താ? വിറ്റാമിൻ എന്റെ കുറവ് മൂലം അല്ലെ. ഇനി നോക്കിയേ, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ കോസസ് റിക്കറ്റ്സ്. ഏത് വിറ്റാമിന്റെ കുറവ് മൂലമാണ് എന്ത് ഈ റിക്കറ്റ് ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡിന്റെ കുറവ് മൂലം അല്ലെ. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് യുവർ ഇൻഫറൻസ് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ നമ്മളിപ്പോൾ ആൻസർ ഒക്കെ പറഞ്ഞില്ലേ, അത് നിങ്ങൾ ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്നൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. എന്താണ്? വിറ്റാമിൻ എ കുറഞ്ഞാൽ എന്താണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് നോക്കാം നമുക്ക്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ദ പുവർ വിഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ? ഇരുട്ടിലും മഞ്ഞ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് അല്ലെ. ചെറിയ വെളിച്ചത്തിലൊന്നും കാണൂല. നമുക്കൊക്കെ ചെറിയ വെളിച്ചത്തിലാണെങ്കിൽ നമുക്ക് എന്താണ് കാണൂല്ലേ. പക്ഷെ ഈ ചെറിയ വെളിച്ചത്തിലും ഡിം ലൈറ്റിലും എന്താണ് ഈ ആൾക്കാർക്ക് എന്താണ് നല്ല ക്ലിയർ ആയിട്ട് കാണൂല. പേഴ്സൺസ് വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഹാവ് നോ ഇഷ്യൂസ് ഇൻ വിഷൻ ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് ഇൻ ബ്രൈറ്റ് ലൈറ്റ് അറ്റ് നൈറ്റ്. എന്താണ് അവർക്ക് ഈ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉള്ള ആൾക്കാർക്ക് എന്താണ് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിൽ എന്താണ് കാഴ്ചക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. പക്ഷെ എന്താണ് ഈ ഡിം ലൈറ്റിലും പിന്നെ അതുപോലെ എന്താണ് വെളിച്ചമില്ലാത്തടത്തൊക്കെ നോക്കിയാൽ എന്താണ് അവർക്ക് കാഴ്ച ഉണ്ടാവില്ല. നമുക്കൊക്കെ കുറച്ച് നേരം എന്താ ഇരുട്ടത്തേക്ക് നോക്കിയിരുന്നാലും കുറച്ച് തെളിഞ്ഞു വരല്ലേ, അതൊന്നും അവർക്ക് കിട്ടൂല. ഓക്കെ, ഡെഫിഷ്യൻസി ഡിസീസസ് കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് മിനറൽസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. അനലൈസ് ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് ഈ മിനറൽസിന്റെ അഭാവം മൂലമുണ്ടാകുന്ന ഈ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, മിനറൽസ്, അയേൺ ഡെഫിഷ്യൻസി ഡിസീസ്, അതിൻ്റെ രോഗം ഏതാണ്? അനീമിയ ഉണ്ടാവില്ല. അയേൺ കുറഞ്ഞ അനീമിയ ഉണ്ടാവും. അയഡിൻ, ഗോയിത്തർ, കാൽഷ്യം, എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും അല്ലേ. അപ്പോൾ കാൽഷ്യവും അയഡിനും അയണൊക്കെ കുറഞ്ഞാൽ എന്താണ് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അയൺ കുറഞ്ഞ ഏത്? അനീമിയ. അയഡിൻ കുറഞ്ഞ ഗോയിത്തർ. കാൽഷ്യം കുറഞ്ഞ ഓയിസ്റ്റോപൊറോസിസ് അല്ലേ. വിച്ച് ഡിസീസസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ. അയണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? അനീമിയ അല്ലേ. അയണിന്റെ അസുഖം, അയണ് കുറഞ്ഞാലുണ്ടാകുന്ന അസുഖം ഏതാണ്? അനീമിയ. വാട്ട് ഫുഡ് ഐറ്റംസ് ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഗോയിത്തർ? വൈ? ഏത് ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ എന്താക്കേണ്ടത് ഈ ഗോയിത്തർ രോഗം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഗോയിത്തർ ഉണ്ടാകുന്ന ഏതാണ്? അയഡിൻ ആണ് അല്ലേ. അപ്പോൾ അയഡിന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാലേ ഈ ഗോയിത്തർ ഉണ്ടാവാതിരിക്കും അല്ലേ. അപ്പോൾ അയഡിൻ ഉണ്ടാവാൻ നമുക്ക് ഏത് ഫുഡ് ഐറ്റംസ് ആണ് കഴിക്കേണ്ടത്? സീ ഫുഡ് കഴിക്കണം അല്ലേ. കണ്ടോ, സീ ഫുഡ് കഴിക്കണം. നെക്സ്റ്റ് എന്താണ് നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ.
What food items are to be included in our diet to prevent osteoporosis? അല്ലെ, ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ കഴിക്കണം? അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് കാൽഷ്യം കുറഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ കാൽഷ്യം ഉണ്ടാവണമെങ്കിൽ ഏത് ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത്? എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ്, ഇതൊക്കെയാണ് കാൽഷ്യം ഉണ്ടാവാൻ കഴിക്കേണ്ടത് അല്ലേ. കാൽഷ്യം ഉണ്ടെങ്കിൽ നമ്മളെന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞ അസുഖം നമ്മളെ ശരീരത്തിൽ ഉണ്ടാവില്ല അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ആർ അയൺ ടാബ്ലറ്റ് സപ്ലൈഡ് ഇൻ സ്കൂൾ? എക്സ്പ്ലെയിൻ. എന്തിനാണ് നമ്മൾ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? അയൺ ഉണ്ടെങ്കിൽ എന്താണ് അനീമിയ ഇല്ലാതിരിക്കുള്ളൂ, വിളർച്ച ഇല്ലാതിരിക്കുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് അയൺ ടാബ്ലറ്റ്സ് സ്കൂളുകളിൽ എന്താണ് സപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അയൺ ഗുളിക കിട്ടിയാൽ നിങ്ങൾ കളയാൻ നിൽക്കണ്ട, നിങ്ങൾ കഴിക്കുകയാണ് വേണ്ടത് കേട്ടോ. ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിക്കുക. പിന്നെ ചില അസുഖമുള്ള എന്താണ് ഡോക്ടർമാരോട് ചോദിച്ചതിന് ശേഷവും ചിലർ കഴിക്കുന്നത് കാണാം. വേറെ എന്തെങ്കിലും ഭയങ്കര അസുഖമുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഡോക്ടർമാരെ നിർദ്ദേശപ്രകാരം മാത്രമേ അയൺ ഗുളിക കഴിക്കാവൂ, അല്ലാത്തവർക്ക് കഴിക്കുന്നതും കുഴപ്പമില്ല. ഓക്കെ, അനലൈസ് ദ 2 tables given above. Prepare write-up on deficiency diseases and display it on the bulletin board. അപ്പോൾ എന്താണ് മുകളിൽ നൽകിയിരിക്കുന്ന 2 ടേബിളും വിശകലനം ചെയ്ത് ഈ ഡെഫിഷ്യൻസി ഡിസീസിനെ കുറിച്ചൊരു ഒരു ലേഖനം തയ്യാറാക്കി ബുള്ളറ്റിൻ ബോർഡിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നോക്കിയേ എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ? ഓസ്റ്റിയോപൊറോസിസ് ഇസ് ദ കണ്ടീഷൻ ഓൺ വിച്ച് ബോൺസ് ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ ഡ്യൂ ടു ദ ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ദ ബോൺസ്. ദിസ് മേ ലീഡ് ടു വീക്ക്നെസ് ഓഫ് ബോൺസ് ആൻഡ് ഫ്രാക്ചർ. എന്താണ് നമ്മളെ ഈ അസ്ഥികളിലെ മിനറൽസിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് മൂലം. ഓക്കെ, എന്താണ് ഈ ബോൺസിൻ്റെ മിനറൽസിലെ ഡെൻസിറ്റി കുറയുന്നത് മൂലമാണ് എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണിത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ എന്താണ് അത് പറയുന്നത്? അസ്ഥിക്ഷയം എന്നൊക്കെ പറയും. ഓക്കെ, അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയും. എല്ലുകളുടെ ബലക്ഷയവും പൊട്ടൽ എന്നിവയ്ക്ക് എന്താണ് ഇത് കാരണമാകുന്നത് കേട്ടോ. എന്താണ്? ദിസ് മേ ലീഡ് ടു വീക്ക്നെസ് ഓഫ് ബോൺസ് ആൻഡ് ഫ്രാക്ചർ. എല്ലുകളെ പൊട്ടലും അതുപോലെ എല്ലിൻ്റെ ബലക്ഷയത്തിനൊക്കെ എന്താണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം ഉണ്ടായാൽ സംഭവിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അസ്ഥികളുടെ ധാതുക്കളുടെ അല്ലേ അസ്ഥികളുടെ എന്താണ് അസ്ഥികൾ എന്താണ് അതിൻ്റെ സോഫ്റ്റ് ബ്രിട്ടിൽ ഡ്യൂ ടു ഡിക്രീസ് ഇൻ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ബോൺസിൻ്റെ മിനറൽസിൻ്റെ ഡെൻസിറ്റി അല്ലേ. അതായത് അസ്ഥികളുടെ മിനറൽസിൻ്റെ ഡെൻസിറ്റി കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന ഒരവസ്ഥയാണിത് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ എന്താണ് അസ്ഥിക്ഷയം എന്നൊക്കെ പറയും. ഓക്കെ, അത് എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് എന്താണ് കാരണമാകുന്നുണ്ട്. ഇനി ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിത്രത്തിൽ കണ്ടില്ല ഗോയിറ്റർ അല്ലേ. സിമ്പിൾ ഗോയിറ്റർ ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ ത്രോട്ട് ബിക്കംസ് എൻലാർജ്ഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് അയഡിൻ ഇൻ അവർ ഡയറ്റ്. അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ബൈ ദ തൈറോയിഡ് ഗ്ലാൻഡ്. എന്താണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണെന്ത് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണെന്ത് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. തൈറോയിഡ് ഗ്രന്ഥിയുടെ ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഈ ഹോർമോൺ ഉൽപാദനത്തിന് എന്താണ് അയഡിൻ ആവശ്യമാണ് അല്ലേ. അപ്പോൾ ഒന്നും കൂടി പറഞ്ഞാൽ ശ്രദ്ധിച്ചോളൂ. എന്താണ് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിന്റെ കുറവ് മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്ലാൻഡ് വലുതാകുന്ന അവസ്ഥയാണിത് സിമ്പിൾ ഗോയിറ്റർ. തൊണ്ടമുഴ എന്ന് പറയും. ഓക്കെ, ഈ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഈ ഹോർമോൺ പ്രൊഡക്ഷൻ എന്താണ് അയഡിൻ ആവശ്യമാണ് അല്ലേ. അപ്പം അയഡിനാണ് അതിനാവശ്യം അല്ലേ. ഓക്കെ, കമ്പോണൻസ് അതർ ദാൻ ന്യൂട്രിയൻസ്. അപ്പം എന്താണെന്ന് നോക്കാം കമ്പോണൻസ് അല്ലേ, അതിൻ്റെ ഘടകങ്ങൾ ന്യൂട്രിയൻസിൻ്റെ അല്ലേ. എന്താണ് പോഷകേതര ഘടകങ്ങൾ എന്ന് പറയും അല്ലേ. ജസ്റ്റ് ലൈക്ക് ന്യൂട്രിയൻസ് ദർ ആർ സർട്ടൻ അതർ കമ്പോണൻസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ അവർ ഹെൽത്ത്. ലെറ്റ് us see what they are. അപ്പോൾ പോഷക ഘടകങ്ങളെ പോലെ തന്നെ എന്താണ് പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങൾ എന്താണ് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ് അല്ലേ. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. Cut a banana stem and observe the fibers in it. Which other dietary fibers do you know? Why is it essential to include fibers in the diet? Discuss the note given below. Write down in your inference in the science diary. എന്താണ് ഇതെന്താണ് വാഴപ്പിണ്ടിയാണ് അല്ലേ. ബനാന സ്റ്റെം എന്ന് പറയും അല്ലേ. അതെന്താണ് മുറിച്ച് നോക്കി അവയിലെ നാരുകളൊന്ന് നിരീക്ഷിക്കുക. അതിൽ എന്താണ് ഫൈബേഴ്സ് ഉണ്ട് അല്ലേ. നാരുകളുള്ള മറ്റേതെല്ലാം
ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്കറിയാം. ആഹാരത്തിൽ എന്താണ് ഈ ഫൈബേഴ്സ് ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പ് നോക്കുക. നിങ്ങളുടെ നിഗമനങ്ങൾ പുസ്തകത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫൈബേഴ്സിലെ നാരുകൾ എന്ന് പറയുന്നത് എന്താണ്? ഫൈബേഴ്സ് ആർ ദ സെല്ലുലോസ് ഒബ്റ്റെയിൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് കാൻ ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. ഫൈബേഴ്സ് ആർ നോട്ട് ന്യൂട്രിയന്റ് കമ്പോണൻസ്. ഹൗവർ ഫൈബേഴ്സ് ഫെസിലിറ്റേറ്റ് digestion and egestion of feces through the large intestine. Cereals with bran, leafy vegetables, banana stem, banana flower, etc. contain fibers in abundance. അതെന്താണ്? പ്ലാന്റ്സിലൂടെ ലഭിക്കുന്നതിനും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണെന്ത്? ഈ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഈ പ്ലാന്റ്സിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു സെല്ലുലോസ് ആണെന്ത്? ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഫൈബേഴ്സ് എന്താണ്? ഒരു ന്യൂട്രിയന്റ് കമ്പോണൻസ് അല്ല, എങ്കിലും നമുക്ക് ഈ ദഹനം അല്ലെ, ഡൈജഷനും അതുപോലെ എന്താണ് വൻകുടലിലെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമാക്കുന്നതിന് എന്താണ്? ഈ ഫൈബർ ആണ് അല്ലെ. പിന്നെന്താണ്? തവിട് അടങ്ങിയ ധാന്യങ്ങളിലും അതുപോലെ എന്താണ് ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിലൊക്കെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലെ. സിറിയൽ വിത്ത് ബ്രാൻ, ലീഫി വെജിറ്റബിൾസ്, ബനാന സ്റ്റെം, ബനാന ഫ്ലവറിലൊക്കെ എന്താണ് ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഫൈബേഴ്സിന്റെ ആവശ്യം മനസ്സിലായില്ലേ? അതൊരു ന്യൂട്രിയൻ കമ്പോണൻസ് അല്ല, പക്ഷെ നമ്മളെ ഡൈജഷനും എന്താണ് അതുപോലെ വേസ്റ്റ് ഒക്കെ പുറന്തള്ളാനൊക്കെ എന്താണ് ഈ ഫൈബേഴ്സ് ആവശ്യമാണ് കേട്ടോ. ഓക്കെ, ask your parents about the dishes prepared out of banana stem or flower in your home. Don't forget to include them in your diet. അപ്പോൾ അച്ഛനോടും അമ്മയോടും ചോദിച്ച് വാഴയുടെ എന്താണ് ഈ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുക. അവ നിർബന്ധമായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? ഒബ്സർവ് ദ പിക്ചർ. ചിത്രം നോക്കൂ. മാംഗോ ആണ് അല്ലേ. എന്താണ് മറ്റേതെന്താണ്? മാംഗോ ജ്യൂസ് ആണ് അല്ലേ. ഡിഡ് യു സീ ദ മാംഗോ ജ്യൂസ്? Mango slices and the strained mango juice which has more fibers. Why? Discuss. Want you try to eat whole fruits like mango, orange and apples instead of their juice. അപ്പോൾ എന്താണ്? ഈ മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും ശ്രദ്ധിച്ചില്ലേ? ഏതിലാണ് കൂടുതൽ ഫൈബേഴ്സ് ഉണ്ടാവുക, നാരുകൾ ഉണ്ടാവുക? എന്താണ് മറ്റേ നമ്മൾ ജ്യൂസ് അരിക്കുമ്പോൾ എന്താണ് അരിച്ചിട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ നാരൊക്കെ പോവാണ്, ഫൈബേഴ്സ് ഒക്കെ പോവാണ് അല്ലേ. മറ്റേലെന്താണ് അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ എന്താണ് നാരൊക്കെ നമ്മളെ വയറ്റിൽ തന്നെ എത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് മാമ്പഴം ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിന് നല്ല എന്താണ് അങ്ങനെ തന്നെ ചെത്തി തിന്നുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഫൈബേഴ്സ് നമ്മളെ ശരീരത്തിൽ എത്താൻ വേണ്ടിയിട്ടല്ലേ. പിന്നെന്താ ഇതിൽ ഇനി മുതൽ എന്താക്കുക? മാമ്പഴവും ഓറഞ്ചും ആപ്പിളൊക്കെ തുടങ്ങിയ പഴവർഗ്ഗങ്ങളൊക്കെ എന്താണ് ജ്യൂസ് രൂപത്തിലാക്കാതെ തന്നെ എന്താക്കുക? നിങ്ങൾ കഴിക്കുക. ഓക്കെ, ദെൻ വാട്ടർ എന്താണ്? Don't you know that about 70% of our body is comprised of water? Water is essential for physiological activities like digestion, circulation and excretion. Water is lost from the body through urine and sweat. So we must drink plenty of pure water. Children should at least drink 10 to 12 glasses of water a day. Vegetables like tomato, cucumber, watermelon, etc. contain plenty of water. Won't you include them in food? അപ്പൊ എന്താണ്? വെള്ളം നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് എന്താണ് 70%, 70% എന്താണ് വാട്ടറാണ്. നിങ്ങൾക്ക് അറിയില്ല, വെള്ളമാണ് അല്ലെ. അതുപോലെ എന്താണ് ദഹനം എന്തിനൊക്കെയാണ്? വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡൈജഷൻ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ അല്ലെ. ദഹനം, രക്തചംക്രമണം, വിസർജനം അല്ലെ തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് എന്താണ് വെള്ളം ആവശ്യമാണ് അല്ലെ. അത് ഈ വെള്ളം നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? ജലനഷ്ടം മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയും ഒക്കെ എന്താണ് ശരീരത്തിൽ എന്താണ് ജലനഷ്ടം ഉണ്ടാവുന്നുണ്ട് അല്ലെ, വെള്ളം നഷ്ടപ്പെടുന്നുണ്ട് അല്ലെ. അതിനാൽ ധാരാളം ശുദ്ധജലം നമ്മൾ കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ എന്താണ് ധാരാളം ജലം എന്താണ് അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലെ. ഇനിയും എന്താണ് ഇവയൊക്കെ എന്താണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക അല്ലെ. നമ്മൾ എന്തിനൊക്കെയാണ് ഡൈജഷനും സർക്കുലേഷനും എക്സ്ക്രീഷനും ഒക്കെ എന്താണ് നമ്മൾ ആവശ്യമാണ് അല്ലെ വാട്ടർ. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്? ബാലൻസ്ഡ് ഡയറ്റ് നോക്കുക. In order to maintain health, we should follow a diet which include protein, carbohydrate, fat, vitamins and minerals in appropriate quantity. Such a diet is called a balanced diet. അപ്പോൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയേ? എന്താണ്? ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്,
ഫാറ്റ്, വിറ്റാമിനുകൾ, മിനറൽസ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണക്രമമാണെന്ത് നാം ശീലിക്കേണ്ടത് അല്ലെ. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണെന്ത് ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹെൽത്ത് വി ഷുഡ് ഫോളോ ഡയറ്റ് വിച്ച് ഇൻക്ലൂഡ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ഇൻ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി. Such a diet is called a balanced diet. Is there a single food items we discussed earlier that contains all the nutrients in adequate quantity? Don't we compensate the nutrient deficiency in one food items with another one? If so, shouldn't the food we eat be diverse? അപ്പൊ എന്താണ് മുമ്പ് ചർച്ച ചെയ്ത എല്ലാ എന്താണ് ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ എന്താണ് മതിയായ തോതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം എന്താണ് നമുക്ക് ഉണ്ടോ? എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ സാധനം ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഒരു ഭക്ഷ്യവസ്തുവില് ഈ ന്യൂട്രിയൻസ് ആണെങ്കിലും പ്രോട്ടീൻസ് എന്താണെങ്കിലും എന്താണ് ഉണ്ടാകുന്ന കുറവും മറ്റൊരു ഭക്ഷണത്തിലൂടെ അല്ലേ നാം നികത്തുന്നത് അല്ലെ. അപ്പൊ എല്ലാതും ഒരു ഭക്ഷണത്തിൽ എല്ലാ ന്യൂട്രിയൻസും ഒരു ഭക്ഷണത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെ. ഇല്ല. അപ്പൊ എന്താണ് എല്ലാ ന്യൂട്രിയൻസും നമുക്കൊരു ഫുഡ് ഐറ്റത്തിലൂടെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം മറ്റേത് വേറെ ഫുഡ് ഐറ്റത്തിലൂടെയാണ് അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ടത് അല്ലേ. അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെ നാം കഴിക്കുന്ന ഭക്ഷണം എന്താണ് പല ടൈപ്പുള്ളതായിരിക്കണം അല്ലേ, ഡൈവേഴ്സ് ആയിരിക്കണം, വൈവിധ്യമുള്ളതായിരിക്കണം അല്ലേ. പല ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിച്ചാലേ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ എത്തുള്ളൂ അല്ലേ. ഏർലിയർ യു ഹാവ് പ്രിപ്പയർഡ് ദ മെനു ഫോർ എ ഡേ, എക്സാമിൻ ദ മെനു ആൻഡ് ഫൈൻഡ് ഔട്ട് വെദർ ഇറ്റ് ഈസ് എ ബാലൻസ്ഡ് ഡയറ്റ്. ഇഫ് നോട്ട് മേക്ക് എ നെസസറി ചേഞ്ചസ് ഇൻ ദ ഡയറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ ടേബിൾ. അപ്പം നിങ്ങൾ നേരത്തെ ഒരു ദിവസത്തെ ആഹാരം പട്ടികപ്പെടുത്തിയിട്ടില്ലേ? അപ്പോൾ എല്ലാ പോഷക ഘടകങ്ങളും എന്താണ് ഉൾപ്പെട്ട ബാലൻസ്ഡ് ഡയറ്റ് ആണോ എന്ന് പരിശോധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ എന്താക്കുക പട്ടികയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ നോക്കിയേ ചേഞ്ചസ് ടു ബി മെയ്ഡ് ഇൻ മൈ ഡയറ്റ്. എന്താണ് എൻ്റെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം അല്ലേ. ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിൽ നിങ്ങൾ നേരത്തെ എഴുതിയിരുന്നില്ലേ. അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് എഴുതുക. എന്തൊക്കെ പ്രോട്ടീൻസും ന്യൂട്രിയൻസും ഫാറ്റും മിനറൽസ് ഒക്കെ വേണം അല്ലേ. ആൾക്ക് കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് എഴുതുക. ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ലഞ്ചിൽ കിട്ടേണ്ട ഏതൊക്കെയാണ്. അതുപോലെ എന്താണ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഡിന്നറിൽ ഉൾപ്പെടുത്തേണ്ടത് ഏതൊക്കെയാണെന്നുള്ളത് എഴുതുക. Then my food plate. ഇനി ഫുഡ് പ്ലേറ്റ് ആണ് ഇത്. നോക്കൂ, haven't you understood that none of the nutrients discussed so far can be excluded from our diet? A sample which contains all nutrients is given below. എന്താ ഇവിടെ പറയുന്നത്? നാം ചർച്ച ചെയ്ത ഈ ന്യൂട്രിയൻസിൻ്റെ ഒരു ഘടകവും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ. എല്ലാ ന്യൂട്രിയൻസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണെന്ത് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകൾ ചിത്രത്തിൽ നോക്കി കണ്ടെത്തുക. അപ്പം നോക്കിയാൽ ഫ്രൂട്ട്സ് 100 ഗ്രാം കഴിക്കണം. അതുപോലെ എന്താണ് പൾസസ്, എന്താണ് പയറുവർഗ്ഗങ്ങൾ, എഗ്ഗ്, ഫിഷ്, മീറ്റ് 85 ഗ്രാം വീതം എത്തണം അല്ലേ. പിന്നെ മിൽക്ക് കേർഡ് 300 ml അല്ലേ. പാലോ തൈരൊക്കെ 300 ml നമ്മുടെ ശരീരത്തിൽ എത്തണം. പിന്നെ കാഷ്യൂനട്ട് സീഡ്സ് 30 ഗ്രാം എത്തണം അല്ലേ. അണ്ടിപ്പരിപ്പും വിത്തുകളൊക്കെ 30 ഗ്രാം നമ്മുടെ ശരീരത്തിൽ എത്തണം. ഫാറ്റ് 27 ഗ്രാം ശരീരത്തിലെത്തണം. പിന്നെ സിറിയൽസ് 260 ഗ്രാം നമ്മുടെ ശരീരത്തിലെത്തണം. പിന്നെ വെജിറ്റബിൾസ് 400 ഗ്രാം നമ്മുടെ ശരീരത്തിലെത്തണം. ഓക്കെ, ഫുഡ് പ്ലേറ്റ് മോഡലാണ് ഇത്. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ എ ഫുഡ് ചാർട്ട് ഫോർ എ ഡയറി ഇൻക്ലൂഡിങ് ഓൾ ദ ന്യൂട്രിയൻസ് ആസ് പെർ യുവർ ഫുഡ് ഹാബിറ്റ്സ് ആൻഡ് എക്സിബിറ്റ് ഇറ്റ് ഇൻ യുവർ ഹോം ആൻഡ് ക്ലാസ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി വീട്ടിലും ക്ലാസ്സിലും പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അരി അല്ലേ, കാർബോഹൈഡ്രേറ്റിൽ അരിയിലാണ് കാർബോഹൈഡ്രേറ്റ് അല്ലേ. പിന്നെന്താണ് നെയ്യ്, ഗീയും ഫിഷൊക്കെ ഫാറ്റുണ്ട്, അതിലൊക്കെ ഫാറ്റുണ്ട്. പിന്നെ വിറ്റാമിൻ ഏതാ ഗൂസ്ബെറിയിലും പപ്പായയിലും അല്ലൊക്കെ, നെല്ലിക്കയിലും പപ്പായയിലും. പിന്നെ മിനറൽസ് ഉള്ള ഏതാണ് ലീഫി വെജിറ്റബിൾസിലൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ പ്രോട്ടീൻ ഉള്ളത് ഗ്രീൻ ഗ്രാമിൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അല്ലേ. ലഞ്ച് ആൻഡ് ഇറ്റ് കലോറീസ്. ഇനി ഉച്ചഭക്ഷണവും കലോറിയും. എക്സാമിൻ ദ മെനു ഓഫ് സ്കൂൾ നൂൺ മീൽ ഫോർ 5 days. Which food items are included in it? Discuss the menu of each day with the teacher and examine the food items and the nutrients in them. Tabulate your findings. ഡേ അപ്പോൾ എന്താണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിൻ്റെ 5 ദിവസത്തെ മെനു പരിശോധിച്ച് നോക്കുക. നിങ്ങൾ സ്കൂളിലും ഭക്ഷണം കൊടുക്കുന്നില്ലേ. അപ്പോൾ അവിടെ 5 ദിവസത്തെ മെനു ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അതിൽ ഏതെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്ക്. ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായി ചർച്ച ചെയ്ത് വിഭവങ്ങളും അവയിലടങ്ങിയ ഈ ന്യൂട്രിയൻസ് എന്താണ് പരിശോധിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, എന്താണ് ഡേ ഫുഡ് ഐറ്റംസും ന്യൂട്രിയൻസിലെ ദിവസം വിഭവങ്ങളും പോഷകഘടകങ്ങളും. മൺഡേയിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണെന്നുള്ളത് എഴുതുക. അപ്പോൾ ന്യൂട്രിയൻസ് അതിലുള്ള ന്യൂട്രിയൻസ് ഏതാണെന്ന് എഴുതുക. അതുപോലെ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേയിലുള്ള വിഭവങ്ങൾ എഴുതുക. അതിലുള്ള ന്യൂട്രിയൻസും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Then did you notice the
food items and their nutrients for each day. Haven't you understood that the menu for noon meal in schools is prepared to ensure balanced diet of every child? അല്ലേ, ഓരോ ദിവസത്തെയും വിഭവങ്ങളും അതുപോലെ എന്താണ് ന്യൂട്രിയൻസ് എന്താണ് രേഖപ്പെടുത്തിയെ ശ്രദ്ധിച്ചില്ലേ? അപ്പൊ കുട്ടികൾക്ക് എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് ലഭിക്കുന്ന രീതിയിലാണ് എന്ത് സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനു തയ്യാറാക്കിയിരിക്കുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടികൾക്ക് ഈ ബാലൻസ്ഡ് ഡയറ്റ് ലഭിക്കുന്ന രീതിയിലാണ് എന്ത് സ്കൂൾ ഉച്ചഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് കലോറി? കലോറി ഈസ് എ യൂണിറ്റ് that measures the amount of energy in food items. Energy is required for physiological activities like respiration, circulation, etc. A man engaged in physical activities requires about 1900 to 2400 calories of energy per day. A woman having physical activities needs about 1600 to 2000 calories of energy per day. A grown-up child needs an average of 1200 to 1400 calories of energy per day. അപ്പോൾ ഓരോരുത്തർക്കും പറഞ്ഞിരിക്കുന്ന കലോറിയാണല്ലേ, ഒരു വലിയൊരാൾക്ക് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇത്ര അല്ലേ. അപ്പോൾ നോക്കിയേ, കലോറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്ഷണത്തിൽ എനർജീൻ്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണിത് കലോറി അല്ലേ. എന്താണ് ഫുഡ് ഐറ്റത്തിന്റെ എമൗണ്ട് ഓഫ് എനർജി മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണിത് കലോറി എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ എന്തിനൊക്കെ എനർജി ഈസ് റിക്വയർഡ് ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് റെസ്പിറേഷൻ, സർക്കുലേഷൻ എക്സെട്ര അല്ലേ. ഇപ്പോൾ എന്താണ് നമ്മുടെ സർക്കുലേഷനും അതുപോലെ റെസ്പിറേഷനും ശ്വസനത്തിനും തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് എന്താണ് എനർജി നമുക്ക് ആവശ്യമാണ് അല്ലേ. അപ്പൊ ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് എന്താണ് ഒരു ദിവസം ശരാശരി എത്ര 1900 to 2400 കലോറി വരെ എന്താണ് എനർജി ആവശ്യമാണ് അല്ലേ. അതുപോലെ ഒരു സ്ത്രീക്ക് എത്രയാണ് പ്രതിദിനം ശരാശരി 1600 to 2000 കലോറി വരെ എന്താണ് എനർജി വേണം അല്ലേ. പിന്നെ ഒരു മുതിർന്ന കുട്ടിക്ക് ഗ്രോൺ അപ്പ് ചൈൽഡിന് എത്രയാണ് എന്താണ് ഒരു കലോറി ആവശ്യം? 1200 to 1400 കലോറി വരെ എന്താണ് ഈ എനർജി ആവശ്യമാണ്. അപ്പോൾ കലോറി എന്താണെന്ന് മനസ്സിലായല്ലോ. കലോറി ഈസ് എ യൂണിറ്റ് ദാറ്റ് മെഷർ ദ എമൗണ്ട് ഓഫ് എനർജി ഇൻ ഫുഡ് ഐറ്റംസ്. ഓക്കെ, ഈ എനർജി എന്തിനാണ്? ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആയ റെസ്പിറേഷനും സർക്കുലേഷനും ഒക്കെയാണ് അല്ലേ എനർജി ആവശ്യം. അപ്പോൾ ഓരോരുത്തർക്കും മാൻ്റെയും വുമണ്ടോ അതുപോലെ ഒരു ഗ്രോണപ്പ് ആയിട്ടുള്ള ഒരു കുട്ടീൻ്റെ ഒക്കെ പറഞ്ഞ കലോറി ആവശ്യമുള്ള കലോറി എത്രയാണെന്നതിൽ കണ്ടത് മനസ്സിലായില്ല, പഠിക്കുക കേട്ടോ. ഓക്കെ, എ ചൈൽഡ് ഗെറ്റ്സ് അബൌട്ട് 750 കലോറീസ് ഓഫ് എനർജി ഫ്രം ന്യൂൺ മീൽ. അപ്പോൾ ഒരു ഉച്ചഭക്ഷണത്തിലൂടെ എന്താണ് ഏകദേശം 750 കലോറി എനർജി ലഭിക്കുന്നുണ്ട് അല്ലേ. മേക്ക് ഇറ്റ് ഷുവർ ടു ഗെറ്റ് ദ റിമൈനിങ് എമൗണ്ട് ഓഫ് കലോറീസ് ഫ്രം ദ ഫുഡ് ഐറ്റംസ് യു ഈറ്റ് അറ്റ് അതർ ടൈംസ്. എന്താണ് മറ്റു നേരങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കലോറി ലഭ്യമാക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, എന്താണ് മറ്റു നേരങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കലോറി എന്താണ് ലഭ്യമാക്കാൻ ശ്രമിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സ്കൂളിൽ നിന്ന് 250 കലോറി കിട്ടുന്നുണ്ട്, ബാക്കിയുള്ളത് വീട്ടിൽ നിന്ന് ശ്രമിക്കുക. ക്യാൻ യു സജസ്റ്റ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് ന്യൂട്രീഷ്യസ് ഡിഷസ് ടു ഇംപ്രൂവ് ദ ന്യൂൺ മീൽ? ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചെലവ് കുറഞ്ഞതും അതുപോലെ പോഷക സമൃദ്ധവുമായ വിഭവങ്ങൾ നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് എഴുതുക. വാട്ട് ആർ ദ സജഷൻസ് ടു ഗെറ്റ് ദ ഇൻഗ്രീഡിയൻസ് ഫോർ പ്രിപ്പയറിംഗ് ദിസ് ഡിഷസ്? ഡിസ്കസ്. അപ്പോൾ ഇത്തരം വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നിങ്ങൾക്കുള്ളത് ചർച്ച ചെയ്യുക. ടു പ്രിവെന്റ് ലോസ് ഓഫ് ന്യൂട്രിയൻസ്. ഇനി എന്താണ് പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ? വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഫോർ ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ് വൈൽ കുക്കിംഗ്? അപ്പോൾ നമ്മൾ കുക്കിംഗ് ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് ഈ ന്യൂട്രിയൻസ് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? അത് നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതാനാണ്. എങ്ങനെയാണ്? വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിംഗ് ഡൗൺ അല്ലേ. എന്താണ് പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ എന്താണ് നമുക്ക് അതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. അപ്പോൾ എന്താണ് ആദ്യം പച്ചക്കറി നന്നായി കഴുകിയതിന് ശേഷം കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തതിന് ശേഷം കഴുകരുത്, കഴുകിയതിന് ശേഷം കട്ടാക്കുക. അപ്പോൾ നമുക്ക് എന്താണ് ന്യൂട്രിയൻസ് കിട്ടും അല്ലേ. ഓക്കെ, അപ്പോൾ കഴുകിയതിന് ശേഷമാണ് കട്ട് ചെയ്തതിന് ശേഷമാണ് കഴുകുന്നതെങ്കിൽ എന്താണ് അതിലെ ന്യൂട്രിയൻസ് ഒക്കെ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ എന്താണ് കഴുകിയ വെജിറ്റബിൾസ് ഒക്കെ കഴുകിയതിന് ശേഷം കട്ട് ചെയ്യുക. പിന്നെ എന്താണ് നമ്മൾ വേവിക്കുമ്പോൾ മൂടി തുറന്ന് വേവിക്കരുത്, ചെറിയ തീയിൽ മൂടി അടച്ചിട്ട് വേവിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾക്കുള്ള സജഷൻ എഴുതുക. Did you understand why it is said that fruits and vegetables should not be washed after cutting them? Discuss with the elders in your homes the measures to be adopted to prevent the loss of nutrients from food items. Write them in your science diary. എന്താണ് ഈ പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ന്യൂട്രിയൻസ് നഷ്ടപ്പെടും അല്ലേ. ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ വീട്ടിലെ മുതിർന്നവരുമായി ചർച്ച ചെയ്ത് നിങ്ങൾ പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ വീട്ടിൽ നിന്ന് അവർക്കൊക്കെ അറിയാം ന്യൂട്രിയൻസ് നഷ്ടപ്പെടാൻ
നഷ്ടപ്പെടാതിരിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് എന്നുള്ളത്. ഓക്കെ, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ നീഡ് ടു ഈറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ഫോർ ഗ്രോയിങ് അപ്പ് ഹെൽത്തി? ന്യൂട്രീഷ്യസ് ഫുഡ് ഈസ് നോട്ട് ഓൺലി എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ അവർ റൈറ്റ് അല്ലേ. അപ്പോൾ ആരോഗ്യത്തോടെ വളരാൻ നമുക്ക് എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ആരോഗ്യത്തിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. മാത്രമല്ല അതിന് നമ്മളുടെ എന്താണ് റൈറ്റാണ്, അവകാശവുമാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളെ ചാപ്റ്ററിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ചാപ്റ്റർ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക്